ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് നേന്ത്രപ്പഴം കൊണ്ട് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ഹൽവയാണ്. ഇതിൽ ഒരു പൊടികളും ചേർത്ത് കൊടുക്കുന്നില്ല, വെറും 3 ചേരുവ വെച്ചിട്ടാണ് ഈ ഹൽവ തയ്യാറാക്കുന്നത്. ഇത് അധികം എണ്ണ കുടിക്കാത്തൊരു ഹൽവയാണ്. നിങ്ങൾക്ക് വീഡിയോ കണ്ട് നോക്കിയാൽ മനസ്സിലാവും. നമുക്ക് ബേക്കറിയിൽ നിന്നൊക്കെ കിട്ടുന്നതിനേക്കാൾ ടേസ്റ്റിയാണ്. അപ്പോൾ നിങ്ങളടുത്ത് പഴുത്ത നേന്ത്രപ്പഴം ഉണ്ടെങ്കിൽ വേഗം ഉണ്ടാക്കിക്കോ. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ നമുക്ക് വീഡിയോ കാണാം. If you are watching our video for the first time, please subscribe, like, share and comment. ആദ്യം തന്നെ നമ്മൾ ഹൽവ സെറ്റ് ചെയ്യാനുള്ള പാത്രം റെഡിയാക്കി വെക്കണം. ഇതിൽ നെയ്യൊന്നും പുരട്ടി കൊടുക്കേണ്ട ആവശ്യമില്ല. കുറച്ച് വെളുത്ത എള്ളും ബദാം കട്ട് ചെയ്തത് ഇട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് 2 വലിയ നേന്ത്രപ്പഴമാണ്. 1/2 കിലോ പഴം എന്തായാലും ഉണ്ടാവും. നല്ലോണം പഴുത്ത പഴം എടുക്കുക, അത് കുക്കറിലിട്ടിട്ട് ഒരു 2 വിസിലിന് വേവിച്ചെടുക്കാം. ഇനി 1/2 കപ്പ് പഞ്ചസാര കാരമലൈസ് ചെയ്തെടുക്കണം. ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാത്രത്തിലേക്ക് ഇതുപോലെ ഒന്ന് പരത്തി ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മളിത് ഇളക്കാൻ പാടില്ല, സ്പൂൺ വെച്ചിട്ടൊന്നും ഇളക്കരുത്. കളറ് മാറുന്നത് വരെ ഒന്ന് മീഡിയം ഫ്ലെയിമിൽ വെക്കുക. എന്നിട്ട് കളറ് മാറി തുടങ്ങിയാൽ ഇതുപോലെ പാത്രം ഒന്ന് ചുറ്റിച്ച് കൊടുത്താൽ മതി. ഇപ്പോൾ അടിഭാഗത്തുള്ള പഞ്ചസാരയൊക്കെ ഒന്ന് മെൽട്ടായിട്ടുണ്ട്, കളറ് മാറി വന്നിട്ടുണ്ട്. മേലെ ഭാഗം മാത്രമേ മെൽട്ടാതെ ഉള്ളൂ. ഈ ഒരു സമയത്ത് നമുക്ക് മീഡിയം ഫ്ലെയിമിൽ നിന്ന് ലോ ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി നമുക്ക് പതുക്കെ ഒന്ന് ഇളക്കി കൊടുക്കാം. കരിഞ്ഞു പോകാതെ ശ്രദ്ധിക്കണം. കരിഞ്ഞു പോയാൽ ഒരു കയ്പ്പ് ടേസ്റ്റ് വരും. പഞ്ചസാര കംപ്ലീറ്റ് മെൽട്ടാകുന്നത് വരെ ലോ ഫ്ലെയിമിൽ തന്നെ വെക്കണം കേട്ടോ. കാരമലൈസ് ചെയ്യുന്നത് അറിയാത്തവരുണ്ടാകും, അതുകൊണ്ടാണ് ഞാനിങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നത്. പഞ്ചസാര മെൽട്ടായി വന്നിട്ട് ഒന്ന് തിളച്ച് വരുമ്പോഴത്തേക്ക് ഇതുപോലെ ആയിട്ടുണ്ട്. കുറച്ചൊരു ലേറ്റ് ആയിട്ടാണുള്ളത്, പാത്രത്തിൽ നിന്ന് അങ്ങനെ ഡാർക്ക് പോലെ കാണുന്നതാണ്. ഇതിലേക്ക് ഇനി നമുക്ക് 1/2 കപ്പ് വെള്ളം കുറേശ്ശെയായിട്ട് ചേർത്ത് കൊടുക്കുക. നമ്മൾ ഒന്നിച്ചിട്ട് നോർമൽ വാട്ടർ ഒഴിച്ച് കൊടുക്കുമ്പോൾ ഈ കാരമൽ അങ്ങനെ കട്ടിയായിട്ടുണ്ടാവും. മെൽട്ടായി വരാൻ കുറച്ച് പാടാണ്. അതുകൊണ്ട് ഒന്നിക്കണ്ട ചൂടുവെള്ളം ഒഴിച്ച് കൊടുത്താലും മതി. അല്ലെങ്കിൽ നോർമൽ വാട്ടർ ആണെങ്കിൽ ഇതുപോലെ കുറേശ്ശെയായിട്ട് ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് ഇതൊന്ന് മെൽട്ടാകുന്നത് വരെ തിളപ്പിച്ചെടുക്കണം. നല്ലോണം ചൂടുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ വേഗം തന്നെ ഇത് മെൽട്ടായിട്ട് കിട്ടും. പഞ്ചസാര കാരമൽ ആകുന്ന സമയത്ത് ലോ ഫ്ലെയിമിലാണ് വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുക്കുന്ന സമയത്ത് ഫ്ലെയിം കുറച്ചൊന്ന് കൂട്ടി കൊടുക്കണം. ഇത് നല്ലോണം തിളച്ച് വന്നിട്ട് ഇതിലുള്ള കാരമലെല്ലാം മെൽട്ടായി വന്നിട്ടുണ്ട്. ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിതിവിടെ മാറ്റി വെക്കാം. നമ്മൾ വേവിക്കാൻ വെച്ച പഴം വെന്തിട്ട് ഞാൻ ഇതിൻ്റെ തൊലിയൊക്കെ മാറ്റിയിട്ട് ഒരു പാത്രത്തിലേക്ക് ഇട്ടിട്ടുണ്ട്. പിന്നെ ഇത് ചൂടോടുകൂടി തന്നെ ഉടച്ചെടുക്കണം കേട്ടോ, എന്നാലേ നന്നായിട്ട് ഉടഞ്ഞ് കിട്ടുള്ളൂ. ഇനി നമുക്കൊരു പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണ തന്നെ എടുക്കണം കേട്ടോ. ഒരു 1/4 കപ്പ് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിലേക്ക് നമ്മളെ പഴം ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്കിതൊന്ന് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കണം. ഇത് ഉടച്ച പഴമായത് കൊണ്ട് നമുക്ക് മറിച്ചിട്ട് കൊടുക്കാൻ കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ടാകും. ഇതുപോലെ ഒന്നൊന്ന് മറിച്ചിട്ട് കൊടുത്താൽ മതി. ഒന്ന് പ്രസ് ചെയ്തിട്ട് എല്ലാ ഭാഗത്തും ഒന്ന് വഴറ്റിയെടുക്കാം. ഒരു 10 മിനിറ്റ് കരിഞ്ഞു പോകാതെ ഇതുപോലെ വഴറ്റിയെടുക്കണം. അപ്പോഴാണ് നമ്മൾ ബനാന ഹൽവയ്ക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടുക. ഇതിവിടെ ഞാനൊരു 10 മിനിറ്റ് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എണ്ണയിൽ നിന്ന് എടുത്തിട്ട് നമ്മൾ റെഡിയാക്കി വെച്ച സിറപ്പിലേക്ക് ചേർത്ത് കൊടുക്കാം. കാരമൽ സിറപ്പിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഈ പഴം ഒന്ന് ഉടച്ചെടുത്തിട്ട് മിക്സാക്കി എടുക്കണം. ഇത് നല്ലോണം മിക്സാക്കി എടുത്തിട്ട് ഇതിപ്പോൾ ഇവിടെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ പഴം വാട്ടിയ എണ്ണ ഉണ്ടല്ലോ, ബാക്കി വന്ന എണ്ണ, അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. 1-2 മിനിറ്റ് ഇളക്കി കൊടുത്തിട്ട് നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂണ് ഗീ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിത് ഫ്ലെയിം കുറക്കേണ്ട ആവശ്യമില്ല, ഫ്ലെയിം കൂട്ടി വെച്ചിട്ട് തന്നെ ഇത് റെഡിയാക്കി എടുക്കാം. പിന്നെ നല്ല ഫ്ലെയിമുള്ള അടുപ്പാണെങ്കിൽ മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി. നമുക്കിത് ലോ ഫ്ലെയിമിൽ വെക്കേണ്ട ആവശ്യമില്ല, ഫ്ലെയിം കൂട്ടി വെച്ചിട്ട് തന്നെ റെഡിയാക്കി എടുക്കാം. കൈവിടാതെ ഇളക്കി കൊടുത്താൽ മതി. കരിഞ്ഞു പോകുന്നത് പ്രത്യേകം ശ്രദ്ധിക്കുക. കരിഞ്ഞു പോകുന്നുണ്ടെങ്കിൽ ഫ്ലെയിം ഒന്ന് കുറച്ച് കൊടുക്കാം. നമ്മൾ പഴം വാട്ടിയെടുത്ത് കാരമൽ സിറപ്പിലേക്ക് ചേർത്ത് കൊടുത്തിട്ടിപ്പോൾ 20 മിനിറ്റ് ആകുന്നുണ്ട്. ആ ഒരു ടൈം ആകുമ്പോഴത്തേക്ക് നമുക്ക് ഹൽവ റെഡി ആയിട്ട് കിട്ടും. കുറച്ച് കയ്യിലെടുത്തിട്ട് ഒന്ന് നോക്കുക കയ്യിൽ ഒട്ടുന്നുണ്ടോയെന്ന്. ഇത് റെഡി ആയിട്ടുണ്ട്, കയ്യിൽ ഒട്ടുന്നൊന്നുമില്ല. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഈ എണ്ണയിൽ നിന്ന് എടുത്തിട്ട് നമുക്ക് നമ്മൾ റെഡിയാക്കി വെച്ച പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാകുന്നുണ്ടാവില്ല, നമ്മൾ ഒഴിച്ചു കൊടുത്ത എണ്ണ പകുതിയിലേറെയും ബാക്കിയായിട്ടുണ്ട്.
നമ്മൾ എണ്ണ ഇത്ര തന്നെ ഒഴിച്ച് കൊടുക്കണം. അപ്പോൾ നമ്മൾ ഹൽവ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടുള്ളൂ. എനിക്ക് ഞാൻ കാണിച്ചു തരാം. നമ്മൾ ഒഴിച്ച് കൊടുത്ത എണ്ണയിൽ നിന്ന് ഇത്രയും ബാക്കിയായിട്ടുണ്ട്. ഇനി നമുക്ക് ഹൽവ ഒരു സ്പൂണ് വെച്ചിട്ട് ലെവൽ ചെയ്തെടുക്കാം. ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്തിട്ട് ലെവലാക്കി കൊടുക്കാം. നമ്മളിതൊരു ബൗളിൽ സെറ്റ് ചെയ്തെടുക്കുന്നത് കൊണ്ട് മേലെ ഇങ്ങനെ ലെവൽ ചെയ്ത് കൊടുക്കുമ്പോൾ ഇതിൻ്റെ സൈഡൊക്കെ നല്ല ലെവലായിട്ട് കിട്ടും. സൈഡുള്ള പാത്രമായതുകൊണ്ട് നല്ലോണം ചൂടാറിയതിന് ശേഷം സൈഡൊക്കെ കത്തി കൊണ്ട് വിടുവിച്ചിട്ട് വേണം എടുക്കാനായിട്ട്. ഇത് നമുക്ക് പ്ലേറ്റിൽ വേണമെങ്കിൽ സെറ്റ് ചെയ്തെടുക്കാം. കത്തി വെച്ചിട്ട് സൈഡൊക്കെ ഒന്ന് ലെവലായി കൊടുത്താൽ മതി. ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. നല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ളൊരു ഹൽവയാണിത്. കുട്ടികൾക്ക് എല്ലാവർക്കും ഇത് നല്ലോണം ഇഷ്ടമാകും. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക. അതുപോലെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കെല്ലാം ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ ഇൻഷാ അള്ളാ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു.